അതുകൊണ്ട് ആ കുടുംബത്തിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമയും ഇനി ഒരു വരി കൂടി പറയാം. അവിടെ എന്തായാലും ഈ പ്രശ്നവും വിവാദവും അതിന്റെ സത്യം തെളിഞ്ഞിട്ട് നമ്മളെല്ലാം, പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നവർ, ആ സമാധിയിൽ പോയി ഒന്ന് കൊള്ളണമെന്നും കൂടാണ് എന്റെ അഭ്യർത്ഥന. ഇനി അങ്ങനെയല്ല, നേരെ മറിച്ച് ഫൗൾ പ്ലേ ഉണ്ടെന്ന് പോലീസ് തെളിയിച്ചാൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറേ കാലത്തിന് ശേഷം വീണ്ടും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനുള്ള ടൈം കിട്ടുന്നില്ല, അതന്നെ വിഷയം, വേറെ ഒന്നുമല്ല. പ്രതികരിക്കാൻ ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുമെന്ന് പറയുന്നത് വെറുതെ അല്ല, അത് സത്യമാണ്. ഇപ്പം വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ തന്നെയാണ്, വേറൊന്നുമല്ല. ഗോപൻ സ്വാമിയുടെ വിഷയം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ രണ്ട് വ്യക്തികൾ എനിക്ക് ഫീൽ ചെയ്യുന്ന, ഒന്ന് മീഡിയ, രണ്ട് മതം പറഞ്ഞ് കളിക്കുന്ന കുറച്ച് പണ്ഡിതന്മാരുണ്ട്, അവർക്കും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ രാഹുൽ ഈശ്വരൻ്റെ സംസാരം, സമാധി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് വന്ദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർ വാട്ട്? അതാണ് എൻ്റെ ചോദ്യം. ഇദ്ദേഹം ഒരു ഭഗവാനാണ് എന്ന്, അല്ലെങ്കിൽ ഇദ്ദേഹം എനിക്ക് അറിഞ്ഞൂടാ, വടവ് ഇറ്റ് മേ ബി. എല്ലാവരും വിശ്വാസികളാണ്, ഞാനും ദൈവവിശ്വാസിയാണ്, ദൈവവിശ്വാസമില്ലാത്ത ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് പുച്ഛം തോന്നുകയാണ്. നമ്മൾ മനുഷ്യരുടെ കാല് വന്ദിച്ചിട്ടുണ്ട്, അച്ഛൻ, അമ്മ, ഗുരു, അല്ലേ? ഇതാണ് നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അച്ഛൻ, അമ്മ, ഗുരു എന്ന് പറയുന്ന ആൾക്കാരുടെ കാല് വന്ദിക്കുന്നത് ദൈവത്തിൻ്റെ കാല് വന്ദിക്കുന്നതിന് സമമാണ്. അല്ലാതെ സ്വാമിമാരുടെ കാല് വന്ദിക്കുക എന്ന് പറയുന്നത് മ്ലേച്ഛമായ ഒരു കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. മതം മാത്രം പറഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ മതത്തെയും അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ, അതായത് ഗോപൻ സ്വാമിയുടെ മകൻ്റെ പല വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ഇൻ്റർവ്യൂസും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം മത വർഗീയത നിറയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. അതായത് മുസ്ലിം സമൂഹത്തോട് അല്ലെങ്കിൽ സമുദായത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിദ്വേഷം, അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് കയറി അത്രയും തലക്ക് പിടിച്ചു നിൽക്കുന്ന ഒരാളുടെ വർത്തമാനം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ആ ഓരോ ഇൻ്റർവ്യൂസിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലൊരു വീട്ടിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ അതുപോലെ മതത്തെ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ പോലും ബഹുമാനിക്കാത്ത ഒരു വീട്ടിൽ കയറിയിട്ട് ഇതുപോലെ ഒരാളെ വന്ദിക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല എന്നുള്ളതാണ്. പ്രഥമ ദൃഷ്ടിയായെങ്കിലും ഈ പലരും ഇവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയവർ തെറ്റാണെന്നാണല്ലോ തെളിഞ്ഞത്. ശരീരത്തിൽ ക്ഷതമില്ല, മുറിവില്ല. ഇനി ഭാവിയിൽ വിഷമോ ഫോറൻസിക്കിന്റെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയില്ല. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നാളെ ആ ഫോറൻസിക്കിന്റെ ഭാഗമായി ഈ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തോട്, ആ സ്ത്രീകളോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട് ഒരു ക്ഷമ പറയാനും ഖേദപ്രകടനം നടത്താനും ഉള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം. ഭർത്താവിനെ, അവരുടെ വീട്ടിലെ ഒരാളെ ക്ഷമ പറയാൻ നമ്മൾ മനസ്സ് കാണിക്കണമെന്ന്. ആരാണ് മനസ്സ് കാണിക്കേണ്ടത്? മീഡിയ ആണോ, അതോ പോലീസാണോ, അതോ നമ്മുടെ അവിടെയുള്ള ആ ചുറ്റുവട്ടം ഉണ്ടായ സാധാരണക്കാരാണോ? നിങ്ങളെ ശരിക്കലും, അല്ലെങ്കിൽ ആ വീട്ടുകാരെ ശരിക്കലും വന്ദിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ സോറി പറയല്ല വേണ്ടത്. എൻ്റെ മനസ്സ് വെച്ചിട്ട് ശരിക്കലും ചാട്ടവാർ അല്ലെങ്കിൽ ചൂല് ഉപയോഗിച്ചിട്ട് ആ കുടുംബത്തെ മൊത്തം ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ആ വീഡിയോകൾ കണ്ട സമയത്ത്, അല്ലെങ്കിൽ അവരുടെ വീഡിയോകൾ ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന സമയത്ത് ഞാൻ കേട്ടതും അവർ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലേ? വർഗീയത നിറയ്ക്കുന്ന സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മുസ്ലിങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഏറ്റുപിടിച്ചത്, മുസ്ലിങ്ങൾക്കാണ് ഇത് വലിയ ഇഷ്യൂ. ഏത് മുസ്ലിമിടോ? ദൈവം എന്ന് പറഞ്ഞ, നിങ്ങൾ പരമശിവനെ പറഞ്ഞല്ലോ, മഹാദേവൻ എന്ന് പറഞ്ഞ ഒരു മഹത്തമായ ഒരു ഈശ്വര സാന്നിധ്യത്തെ നിങ്ങൾ അവിടെ പറഞ്ഞല്ലോ. ആ സമയത്ത് ഈശ്വരൻ എന്താ പഠിപ്പിക്കുന്നതെന്നുള്ള ബോധം പോലും ഇല്ലാത്ത നീയൊക്കെയാണോ ഈശ്വര വിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് എൻ്റെ ചോദ്യം. ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം എത്രയോ കാലം മുന്നേ ഇയാളുടെയൊക്കെ കുറേ പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. മതം 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 മതം, കുറേയൊക്കെ കാര്യങ്ങൾ യോജിച്ച് പോകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 99% കാര്യങ്ങളും ഇദ്ദേഹമായിട്ട് യോജിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് ലോജിക്കില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ. നമ്മുടെ പലരുടെയും സംശയം തീർക്കാൻ വേണ്ടി വെളിയിലെടുത്തത്. അതുകൊണ്ട് ആ കുടുംബത്തിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമയും ഇനി ഒരു വരി കൂടി പറയാം. അവിടെ എന്തായാലും ഈ പ്രശ്നവും വിവാദവും അതിന്റെ സത്യം തെളിഞ്ഞിട്ട് നമ്മളെല്ലാം, പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നവർ, ആ സമാധിയിൽ പോയി ഒന്ന് കൊള്ളണമെന്നും കൂടാണ് എന്റെ അഭ്യർത്ഥന. ഇനി അങ്ങനെയല്ല, നേരെ മറിച്ച് ഫൗൾ പ്ലേ ഉണ്ടെന്ന് പോലീസ് തെളിയിച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അതില്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഈ ദുരൂഹത ആരോപിക്കുന്ന ഒരു ടെൻഡൻസി, ബാലഭാസ്കറുടെ മരണത്തിൽ, ഭാര്യ ലക്ഷ്മിയിൽ, അല്ലെങ്കിൽ കാണുന്ന എല്ലാത്തിലും ഒരു ദുരൂഹത ആരോപിക്കുന്ന ഒരു സ്വഭാവം നമുക്കാർക്കും ശരിയല്ല എന്ന് കേരളീയ പൊതുസമൂഹം ഓർക്കണം. ശരി, ബാലഭാസ്കറിന്റെ അച്ഛനോട് കൂടിയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്, അല്ലേ? ഇത് മൊത്തം കേൾപ്പിക്കാത്ത എന്താ അറിയോ? നാടകീയ രംഗങ്ങളാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം, അല്ലേ? അദ്ദേഹം മരിച്ചു, അത് വലിയൊരു കാര്യമാണ്. വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, സാധാരണ മരണമാണ് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടി തല്ലിക്കൊന്നതല്ല എന്നുള്ളത് മനസ്സിലായി.
അപ്പം അതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്, അല്ലാതെ മരണത്തിലല്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ വർഗീയത നിറയ്ക്കാനുള്ള മനസാക്ഷി അല്ലെങ്കിൽ വർഗീയത സംസാരിച്ചു കൊണ്ടുള്ള ഒരു സംസാരവും ഞാൻ പഠിച്ച ഒരു ഹിന്ദു മതത്തിലും അല്ലെങ്കിൽ ഒരു മുസ്ലിം മതത്തിലും ഒരു ക്രിസ്ത്യൻ മതത്തിലും ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കൂ, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ദൈവങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ മക്കളാണ് എന്ന് തന്നെയേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതായത് ദൈവം ഒന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് പലരും ഈ കേരളത്തിലുള്ളൂ എന്നുള്ളതാണ്. അപ്പം അവരുടെ ഇടയിലേക്ക് ഇതുപോലുള്ള വിഷവിത്തുകൾ വരുന്ന സമയത്ത് ഇവർ കുത്തി നിറയ്ക്കുന്ന കാര്യം എന്താണ്? വർഗീയത. അതായത് നിങ്ങൾക്ക് എന്താ അറിയുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മഹാദേവൻ എന്താണ്? പരമശിവൻ എന്താണ്? എന്താണെന്നറിയോ? വെറുതെ ഒരു വയസ്സായ സ്ത്രീ വന്ന് ഒരുപാട് കരയുന്നു, പരമശിവനെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു, മകൻ സമാധി എന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും മറ്റൊരു മതമായിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവൻ വേറൊരു മതമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ഒരു ദൈവവും ഒരു പടച്ചോനും ഒരു യേശു എവിടെയും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ മാത്രമേ മനുഷ്യനെ മാറ്റി നിർത്തിയിട്ടുള്ളൂ മതത്തിൻ്റെ പേര് പറഞ്ഞ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് വർഗീയത നിറയ്ക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ എന്ന് നിർത്തുന്നു, അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പൂട്ടുപൂജിക്കാനും ചിലപ്പം അദ്ദേഹത്തിൻ്റെ സമാധിയിലേക്ക് പ്രാർത്ഥിക്കാൻ വരാനും ചിലപ്പോൾ ആൾക്കാരുണ്ടായെന്ന് വരാം. ഭാവിയാണേ. ഇതുപോലുള്ള മനസ്സുള്ള ഒരാൾക്കാരെ വീട്ടിലേക്ക്, ഇതുപോലെ മനസ്സുള്ള വ്യക്തികളുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും ഒരു മനുഷ്യക്കുട്ടി പോലും, ഞാൻ പറയട്ടെ, ദൈവസാന്നിധ്യം ഫീൽ ചെയ്യുന്ന ഒരാൾ പോലും അങ്ങോട്ട് വരില്ല, ഒരു ജീവി പോലും വരില്ല. കാരണം ദൈവം എന്താണോ പഠിപ്പിക്കുന്നത് അതിന് വിപരീതമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അത് തന്നെ കേട്ടാൽ മനസ്സിലാവും. അതിൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. ഞാൻ പറയട്ടെ, ഈ മനസ്സ് വെച്ച് നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയി പൂജിച്ചാലും അല്ലെങ്കിൽ ഏത് അമ്പലത്തിൻ്റെ പൂജാരിയായി നിന്നിട്ടും ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവവിശ്വാസിയാണ്. ഒരു പോസിറ്റീവ് എനർജി എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ നിനക്ക് നാവിന് നല്ല രീതിയിലുള്ളൊരു പണി എവിടെന്നെങ്കിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചിത്രീകരിച്ച് നടക്കല്ല മക്കളെ. കാലഘട്ടം മാറി. പറയുന്ന പോലെ കലിയുഗമാണ്. കലിയുഗമാവുന്ന സമയത്ത് ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് ഏതോ കാലം മുന്നേ എല്ലാ മതത്തിലും പറയുന്ന കാര്യമാണ്. കലിയുഗം സംഭവിക്കുന്ന സമയത്തിൽ മനുഷ്യനെ തന്നെ എന്താ പറയുക, വെട്ടിക്കീറി നശിപ്പിക്കുകയാണ് അല്ലേ? ശരീരനായിട്ടുള്ളൊരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയും അതിനുശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ ഒരാൾ പിന്നെ പറയും എൻ്റെ ബോഡി കണ്ടുകൂടാ എന്നൊക്കെ പറയുന്ന അയാളുടെ ആഗ്രഹമാണ്. സമാധിയായി കഴിഞ്ഞാൽ നാട്ടുകടപ്പ് പോലെ തന്നെ എല്ലാവരും കാണും, എല്ലാവർക്കും പിന്നെ കണ്ടു തൊഴാനൊക്കെ അവസരം വരും. പിന്നെ അത് അലങ്കരിച്ച് ആ ഹൃദയത്തെ കൃത്യമായ ആ മുഹൂർത്തത്തിൽ, ഒരു നല്ല മുഹൂർത്തം ഉണ്ടാകും, ആ മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇപ്പം സമാധി ഘട്ടത്തെക്കുറിച്ച് പൂർണ്ണമായ ജ്ഞാനബോധമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഈ മകന്റെ സംഭാഷണത്തിൽ. അദ്ദേഹം ചില ചക്രകളെ കുറിച്ചൊക്കെ പറയുന്നത്, ചക്രകളുടെ കാര്യങ്ങളൊന്നും അല്ല അവിടെ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതൊക്കെ സാമാന്യമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്ന സമാധിയുടെ 8 അവസ്ഥകൾ വേറെയാണ്. അപ്പോൾ സമാധിയോ സമാധിക്കേടോ മരണമോ മരണമില്ലായ്മയോ എന്തെങ്കിലും ആവട്ടെ, മകൻ്റെ അറിവില്ലായ്മ എന്ന് നിങ്ങൾ പറഞ്ഞു. മകൻ്റെ എന്താണ് അറിവില്ലായ്മ? സമാധിയെക്കുറിച്ച് അറിവില്ലായ്മയാണോ? പക്ഷേ വർഗീയത പറയാൻ മകന് നല്ല അറിവുണ്ടല്ലോ. ആ വീട്ടുകാർക്കെല്ലാം നല്ല അറിവുണ്ടല്ലോ. അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പല ആൾക്കാരും, മതവർഗീയത സംസാരിക്കുന്ന പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അവർക്കും നല്ല വിവരവും പക്വതയുണ്ടല്ലോ ഇതൊക്കെ സംസാരിക്കാൻ. അപ്പോൾ സമാധി എന്താണെന്ന് മാത്രമാണ് വിവരവും അതായത് അറിവില്ലായ്മയിൽ വരുന്ന കാര്യം അല്ലേ? സമാധി എന്താണെന്ന് അറിയില്ല, പക്ഷെ ബാക്കി വർഗീയതയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ മക്കൾക്കറിയാം. അത് നല്ല കാര്യമാണ്. എന്തായാലും ഇനി ഇത് ഒരുപാട് നീട്ടി സംസാരിക്കാനൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ട രീതി വേറെയാണ്. ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. കാരണം വർഗീയത പറഞ്ഞും വിഷം കുത്തി നിറച്ചും നിൽക്കുന്ന ആൾക്കാരെ ആ നാട്ടിൽ നിന്നും ഒറ്റപ്പെടുത്തുക. ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചറിയും അവരെന്ത് മിസ്റ്റേക്കാണ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഈ വർഗീയത പറഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ ആരുമായിക്കോട്ടെ, ഇവരെ കഴിയുന്നതാണ് ഇവർ ഫുഡ് വാങ്ങുന്നതായിക്കോട്ടെ, ഇവർ പല കാര്യങ്ങൾ, ഇവരെ വീട്ടിലേക്ക് വാങ്ങിയ പല സാധനങ്ങളായിക്കോട്ടെ, ആര് എന്ത് ചെയ്ത് തന്ന കാര്യമാണെന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളത് ധരിക്കുന്നുണ്ട്, നിങ്ങളത് കഴിക്കുന്നുണ്ട്, നിങ്ങളത് വാങ്ങുന്നുണ്ട്, നിങ്ങൾ ഈ പൈസ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പൈസ നിങ്ങൾ കാണിക്കയായിട്ട്, ദൈവത്തിന് കാണിക്കയായിട്ട് നിങ്ങൾ വെക്കുന്ന പൈസ ഏതോ മുസ്ലിമോ ക്രിസ്ത്യനോ ഏതോ താഴ്ന്ന ജാതിയുള്ള, ഇനി അങ്ങനെ പറയുന്ന ആൾക്കാരാണോ എന്നൊന്നും അറിഞ്ഞൂടാ. ആരെ കയ്യിൽ നിന്നാണ് നിങ്ങളുടെ കൈമിലേക്ക് ആ പൈസ വരുന്നത് നിങ്ങൾക്ക് അറിയില്ല. അറിയോ?
ഒരിക്കലുമില്ല. നിങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു 100 രൂപയുടെ നോട്ടാണെങ്കിൽ ആ 100 രൂപയുടെ നോട്ട് എവിടെ നിന്ന് വന്നു നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം? ആരുടെ കൈയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? നിങ്ങൾ എന്തർത്ഥമാണ് മനുഷ്യരെ കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, ഈ നൂറ്റാണ്ടിലും ഇതുപോലുള്ള വിഷവിത്തുക്കൾ എങ്ങനെ നിറയുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം ഇവരെങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ഈ നാട്ടുകാരുടെ ഇടയിൽ ഇത്രയും ആൾക്കാരുടെ സന്നിധിയിൽ ഇതുപോലെ അല്ലേ സാധാരണക്കാരായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു? അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാരെയൊക്കെ കേൾക്കണം. കാരണം സാധാരണക്കാരായിട്ട് ഒരു രീതിയിലും എന്താ പറയുക, ഒരു രീതിയിലും ഇടപെടേണ്ട ഒരു ആവശ്യം വരാത്ത രീതിയിലുള്ളൊരു ജീവിതശൈലി ആണെങ്കിൽ മേ ബി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം സാധാരണക്കാരായിട്ടുള്ള ഒരു ഇടപെടലും ഇല്ല. അതുകൊണ്ടാണ് ഇവർ ഈ വേറിട്ട് ചിന്തിക്കുന്നതെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ബുദ്ധിയില്ലായ്മ അതുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ സാധാരണക്കാരായിട്ട് ഇവർ ജീവിക്കുന്ന ഇവർ, അതും അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഇവർ, എങ്ങനെയാണ് ഇവർക്ക് ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വിഷം മനസ്സിൽ നിറയാൻ അധികം സമയമൊന്നും വേണ്ട. ഒറ്റ കാര്യം മതി, മതമുണ്ടോ ഏത് മനുഷ്യനും അത്തപ്പതിച്ചു പോവും എന്നുള്ളതിന് തെളിവാണ് ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളും വീട്ടിലെ വ്യക്തികളും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ചില പുഴുക്കളും. മെയിൻ പുഴുവാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ വന്ദിക്കണം, തൊഴണം എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറയണം എന്നൊക്കെ പറഞ്ഞ വേറൊരു മഹാൻ. എന്തായാലും അവരൊക്കെ അത് ചെയ്യട്ടെ. അവർക്കൊക്കെയാണല്ലോ അത് വലിയ കാര്യങ്ങൾ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ എന്താ പറയുക, ചില പുഴുക്കൾ കാണിക്കുന്ന ചില കോപ്പിരാട്ടികൾ, അത്രമാത്രം എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. എനിവേ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും പോകുന്ന കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും നാട് ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കാനാണ് സാധ്യത. കാരണം ഞാൻ പറഞ്ഞില്ലേ, എവിടേക്കോ കുറേ ആൾക്കാർ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നിട്ട് ഇതുപോലുള്ള വിഷങ്ങൾ നിറച്ചൊഴുകി എല്ലാവരുടെയും മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന തലമുറയുടെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. വരുന്ന തലമുറ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഏൽക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇതുവരെ കണ്ടതിൽ പഴയ തലമുറയാണ് ഈ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോട പുല്ലെന്ന് പറഞ്ഞു പോകാനാണ് സാധ്യത. കാരണം അവർക്കൊന്നും ഇതിനെ സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മതം കേൾക്കാനും മതത്തിൻ്റെ ഭ്രാന്ത് പറയാനും എല്ലാവരും ഒന്നായിട്ട് കാണുന്ന ടീമാണ് ഇപ്പോൾ എല്ലാം. എന്തായാലും എനിവേ എവിടം വരെ പോവും അവിടെ വരെ പോട്ടെ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.